ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് നമ്മുടെ തോട്ടത്തിൻ്റെ ഒന്ന് വീഡിയോ കണ്ടാലോ? ഇത് മരമുല്ലയാണ്. എപ്പോഴും പൂവ് ഉണ്ടാവലില്ല, നല്ല മണാണ് വിരിഞ്ഞ. പിന്നെ നമുക്ക് റോസപ്പൂക്കളുണ്ട് കുറച്ച്. പിന്നെ ഓർക്കിഡ് മഴക്കാലത്ത് അങ്ങനെ ഉണ്ടായി കാണാനില്ല. പിന്നെ നമ്മളുടെ കയ്യിൽ ബോർഡറായിട്ടൊക്കെ റിയോ പ്ലാന്റ്സും ഒക്കെയാണ് വെച്ചാണ്. പിന്നെ നമ്മുടെ തോട്ടത്തിൻ്റെ ഓരോ ഭാഗത്തിരുന്ന് വീഡിയോ പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ വിരിയുന്ന പൂക്കളൊക്കെയാണ് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നത്. നമ്മൾ കുറച്ച് ഡെയ്സിയുടെ പല കളർ വെച്ചിട്ടുണ്ട്. പിന്നെ ജർബറയുടെ കുറച്ച് കളക്ഷൻ ഉണ്ട്. ജർബറ മഴക്കാലത്ത് പെട്ടെന്ന് ചീഞ്ഞു പോകും. മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചെടിയാണ് ജർബറ. പിന്നെ നാടൻ ചെടികളാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇഷ്ടം. ഡെയ്സിയുടെ പല കളറും നല്ലതാണ്, നമുക്ക് ഫ്ലവർ ഡെക്കറേഷനൊക്കെ എടുക്കാമല്ലോ. പിന്നെ ജർബറയുടെ പൂക്കൾ ഡെക്കറേഷൻ അടിപൊളിയാണ്, കുറച്ച് ദിവസം വാടാതെ നിൽക്കും. പിന്നെ ആദത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞ് കാണാൻ നല്ല ഭംഗിയാണ്, നിറയെ പൂവുണ്ടാവും. കൊങ്ങിണിയുടെ പല കളറും ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് കൃഷ്ണക്രാന്തിയാണ്. പിന്നെ കോഴിവാലൻ്റെ കുറച്ച് 3-4 കളറുകളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. അത് കുറേ ദിവസം നിൽക്കണ ഒരു പൂവാണത്. പിന്നെ 10 മണിച്ചെടികൾ കുറച്ചുണ്ട്. മഴക്കാലത്ത് അധികം വിരിയലില്ല. പിന്നെ മഴക്കാലത്ത് 10 മണിച്ചെടി വാടിയും ചീഞ്ഞും പോവും. മുല്ലപ്പൂവ് ഒക്കെ വിരിഞ്ഞു കഴിഞ്ഞു. ഇത് കല്യാണ സൗഗന്ധിയം, സന്ധ്യക്കാണ് വിരിയുക, നല്ല മണാ. കാക്കപ്പൂക്കൾ 2-3 കളറുണ്ട്. ചെമ്പരത്തിയും കുറച്ചുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ നമ്മുടെ തോട്ടത്തിനെ ലൈവാക്കണത് ആ പൂമ്പാറ്റ ചെടിയാണ്. പിന്നെ സീനിയ, കമ്മൽപ്പൂവ്, കോഴിവാലൻ, ഇങ്ങനെ നിറയെ പൂണ്ടാവുന്ന ചെടികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമുക്ക് ഓണക്കാലാവുമ്പോഴേക്കും കുറച്ച് ചെട്ടുമല്ലി ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഇപ്പം നമ്മുടെ തോട്ടത്തിൻ്റെ ഉള്ളിൽ പുല്ലൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് അപ്പുറത്ത് എത്തുമ്പോഴേക്കും ഇപ്പുറത്ത് പുല്ലാവും. പിന്നെ സീനിയൊക്കെ നമ്മൾ നട്ടില്ലെങ്കിലും ഈ വിത്ത് വീണ് പൂവുണ്ടായിക്കോളും. പിന്നെ കുറച്ച് ഇലച്ചെടികൾ എൻ്റെ അടുത്തുള്ളൂ. പിന്നെ കൂടുതലും ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇലകളാണ് ഞാൻ നട്ടുപിടിപ്പിക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ കിട്ടിയൊരു ചെടിയാണ് മാങ്ങനാരുടെ ഈ കളറ്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കണ നമ്മുടെ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. നാടൻ ചെടിയായ നമ്മുടെ ഈ നാടൻ ചെമ്പരത്തി നമുക്ക് തോട്ടത്തിൽ ഉള്ളത് നല്ലതാണ്. പിന്നെ ശംഖുപുഷ്പം എൻ്റെ മതിൽ മുഴുവൻ കീഴടക്കി കഴിഞ്ഞു. ഇത് ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള ശംഖുപുഷ്പമാണ്. ഇതിൻ്റെ വെള്ളമിട്ട് കുടിക്കുമെന്ന് എനിക്ക് അറിയില്ല. ശംഖുപുഷ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കും. പിന്നെ ചെട്ടിമല്ലികൾ, നാടൻ പൂക്കളൊക്കെ എനിക്ക് അയൽപക്കത്തു നിന്ന് കിട്ടുന്ന വിത്ത് കളിപ്പിച്ചതാണ്. ഏറ്റവും ഇഷ്ടം റോസിനെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.